എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള ഉലുവ കഷായമാണ്. ഈ ഒരു തണുപ്പ് കാലമായാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാത്തരം വേദനകൾക്കും വളരെ ഉത്തമമായ ഒന്നാണ് ഉലുവ കഷായം. നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോ തന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഫോളോവറാണ്. എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കൂട്ടുകളെല്ലാം നമ്മുടെ ശരീരത്തിന് ഈ ഒരു സമയത്ത് ആവശ്യമായതുകൊണ്ടും കൊളസ്ട്രോളും ഷുഗറൊക്കെ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ഉലുവ കഷായം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവയുടെ കൂടെ തന്നെ നല്ല ജീരകം 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് വറുത്തെടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ ഉലുവയും ജീരകവും ഒക്കെ ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മൂത്ത് വരുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചുകൂടി എടുക്കണം. ചൂടായി വരുമ്പോഴേക്കും ഇതേപോലെ ഒന്ന് പൊട്ടിയൊക്കെ വരും. അതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ളൊരു പാകം. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ വറുത്തെടുത്തിട്ടുള്ള ഉലുവയും ജീരകവും നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഉലുവയും ജീരകവും ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി കഷായം തയ്യാറാക്കി എടുക്കാനായിട്ട് 1 കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മളിന്ന് 2 ഗ്ലാസ് അളവിലാണ് കഷായം തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ച് കൊടുക്കണം. ആ ഒരു തിളക്കുന്ന വെള്ളത്തിലേക്കാണ് ഇതൊന്ന് ചതച്ച് ചേർക്കേണ്ടതും. ഞാനിവിടെ വാവട്ടമുള്ള നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അതേ പാൻ തന്നെയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനും പോകുന്നത്. അങ്ങനെ നമ്മൾ 4 ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ചേരുവകൾ ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടികളും കൂടെ ചേർക്കണം. നമ്മൾ ഈ വെള്ളത്തിലേക്ക് 2 സ്പൂൺ അളവിലാണ് പൊടി ചേർക്കുന്നത്. നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പൊടിയുടെ അളവ് വെച്ചിട്ട് ഒരു 3 ദിവസത്തേക്ക് നമുക്ക് കഷായം കുടിക്കാനുള്ള പൊടി ഉണ്ടാകും. നമുക്ക് ഫ്രൈ ചെയ്ത പൊടി ഒരു ബോട്ടിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി വെട്ടിത്തിളച്ച് വരണം. വെട്ടിത്തിളച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഗ്ലാസ് അളവിൽ ഒരു 2 ഗ്ലാസ് ആയിട്ട് മാറണം. പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ചൊന്ന് വറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പോലെ വാവട്ടമുള്ള ഒരു പാൻ എടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കഷായം നല്ല പോലെ തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കഷായം ഒന്ന് വറ്റി കിട്ടുന്നതിനായിട്ട് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് വേണം നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും. ഞാനിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കഷായം ഒന്നുകൂടെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വറ്റി ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കഷായം നല്ലപോലെ വറ്റി ഒന്ന് കുറുകിയ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചു മാറ്റാം. അരിച്ചു മാറ്റിയതിന് ശേഷം ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. നല്ലോണം വറ്റി വന്നിട്ടുള്ള കഷായം ഒരു മൺകലത്തിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഉലുവ കഷായം ഞാനിവിടെ മൺകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ശരീരവേദനകൾക്കെല്ലാം തന്നെയും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഈ ഒരു കഷായം തയ്യാറാക്കി കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. നടുവേദനയും കാലുവേദനയൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു മാസത്തില് ഒറ്റ സംഖ്യയായിട്ട് തന്നെ ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് കഷായം തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ള കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് തന്ന ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.